ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ പ്രിയ വൈകല്യങ്ങളെ അതിജീവിച്ച സംരംഭക കൂടിയായി മാറിയിരിക്കുകയാണ്. പ്രിയയുടെ മധുരമുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ബോർമയാണ് പുതുതായി ഈ വിദ്യാർത്ഥിനി ആരംഭിച്ചിരിക്കുന്നത്. പാരാ അത്ലറ്റിക് ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മെഡൽ ജേതാവ് കൂടിയാണ് പ്രിയ. കാണാമിനി പ്രിയയുടെ വിശേഷങ്ങൾ. ആശിച്ചതോരോന്നും നേടിയെടുക്കുകയാണ് പ്രിയ. വിദ്യാഭ്യാസത്തിലും സ്പോർട്സിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും മികവ് കാട്ടിയ പ്രിയ സംരംഭക കൂടി ആവുകയാണ്. ഞാൻ ഇപ്പോൾ PG ചെയ്യുന്നത് മലയാള സർവകലാശാലയിൽ വികസന പഠനവും തദ്ദേശ വികസനം എന്ന വിഷയത്തിലാണ്. ഇപ്പോൾ 2ാം വർഷമാണ്, കഴിയാറായി. പിന്നെ ഇപ്പോൾ ഒരു പുതുതായിട്ട് എൻ്റെ ലൈഫിലൊരു മറ്റൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറിയാണ് വ്യവസായ രംഗത്തേക്ക് ഞാൻ ചുവടുവെക്കുന്നത്. ഒരു പക്ഷേ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡായ വരിൽ ഒരാൾ ഇത്തരം ഒരു സംരംഭം പലരും തുടങ്ങുന്ന അതുപോലെ തന്നെ ഒരാളായിട്ട് ഒരു വലിയൊരു രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഇന്ന് അതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. പ്രതിസന്ധികളെ പ്രിയ പടിപിടിയായി അതിജീവിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. എങ്ങനെ അവൾ ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്കതില്ല. അവൾക്ക് എല്ലാ രംഗത്തും അവൾ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അവൾ സ്പോർട്സിന് പോയി, പിന്നെ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്, ഗിറ്റാർ വായിക്കും. അങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ അവൾ എല്ലാ ആക്ടിവിറ്റീസും മുന്നോട്ട് വന്നവളിങ്ങനെ ഇന്ന് ഈ അവസ്ഥയിൽ അവൾ പിന്നെ പഠിക്കാനും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയക്കാരിയാണ്. മലയാളം സർവകലാശാലയിൽ SFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് പ്രിയ മാത്യു. ഞാൻ കേരള സംസ്ഥാന പാരാ അത്ലറ്റിക്കിലെ അത്ലറ്റാണ്. ഈ തുടർച്ചയായ 2 വർഷമായിട്ട് ഞാനിപ്പോൾ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ബാഡ്മിൻ്റനും ഷോട്ട് പുട്ടും ഡിസ്കസ് ത്രോയിലുമായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിൽ ഡിസ്കസ് ത്രോയ്ക്ക് വെള്ളി മെഡലും ഷോട്ട് പുട്ടിനും ബാഡ്മിൻ്റനും ഗോൾഡുമാണ് അടിച്ചത്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ നാഷണൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ ഡിസ്കസ് ത്രോയ്ക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. അതിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുതിയതായി തുടങ്ങിയ തന്റെ സ്ഥാപനം വഴി ആളുകൾക്ക് തൊഴിൽ നൽകാനായതിലും പ്രിയ ഏറെ സന്തോഷവതിയാണ്. നമ്മളെ ഒരു സ്ഥാപനം തുടങ്ങുന്ന നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ഇത് മാത്രമല്ല ഞാൻ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ 2 പേർക്കോ ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ നമ്മളിലൂടെ കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ ഇത് തുടങ്ങുന്ന മുമ്പ് വിചാരിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പേർക്ക് ഇതിലൂടെ ഒരു തൊഴിലും കൂടി അവസരം നമ്മൾ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിക്കുന്ന പ്രിയ വലിയ മാതൃകയാകുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.